ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഫസ്റ്റ് ടൈമാണ് എൻ്റെ ചാനൽ കാണുന്നത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ സിനിമ തുടങ്ങുന്ന സമയത്ത് മുന്നിൽ എഴുതി കാണിക്കാറുണ്ട് ഈ കഥയിലെ കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികം മാത്രമാണെന്ന് എഴുതി കാണിക്കാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറയുന്ന കഥ വിശ്വസിക്കേണ്ടവർക്ക് വിശ്വസിക്കാം, ഇല്ലാത്തവർക്ക് ഇതൊരു കഥയായി കണ്ടാൽ മതി. പിന്നെ ചിലർക്ക് അവരുടെ ലൈഫുമായിട്ട് സാമ്യം തോന്നുന്നത് അത് എൻ്റെ കുറ്റമല്ല, എൻ്റെ കഥയുടെ മാത്രം പ്രശ്നമാണ്. അപ്പോൾ ദിസ് ഇസ് പാർട്ട് 2. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ഭാഗത്ത് ഞാൻ പറഞ്ഞു തീർത്തിട്ടുണ്ടായിരുന്നു കുറച്ച് രഹസ്യങ്ങളെ പറ്റിയാണ്. നമ്മൾ ആ രഹസ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ കഴിഞ്ഞ ഭാഗത്ത് കുറച്ച് ആഡ് ചെയ്യാൻ മറന്നുപോയൊരു കാര്യങ്ങളുണ്ട്. ഞാൻ കഥ പറയാൻ അത്ര എക്സ്പേർട്ടായ ആളൊന്നുമല്ല, അപ്പം തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക, എല്ലാവരും കൂട്ടി യോജിച്ച് വായിക്കുക കേട്ടോ എൻ്റെ കഥകളൊക്കെ. നമ്മുടെ ബാധിക്കപ്പെട്ട പെൺകുട്ടി ഈ ഒരു ഷോപ്പിലോട്ട് അല്ലെങ്കിൽ ഈ ഒരു സ്ഥാപനത്തിലോട്ട് കടന്നു വരുന്നതിന് മുന്നേ അവർ വേറൊരു പേരിലായിരുന്നു ആദ്യം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ പറഞ്ഞു. ആ പേര് ഞാൻ ഒന്നും കൂടി ഇവിടെ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല. ആ സ്ഥാപനത്തിൻ്റെ മുന്നേ ഉണ്ടായിരുന്ന പേര്. അപ്പോൾ അതൊരു പ്രൊപ്പറേറ്റർഷിപ്പായിരുന്നു, എന്ന് വെച്ചാൽ നടത്തിപ്പ്, ഒരാളുടെ അണ്ടറിലുള്ള ഒരു സ്ഥാപനം ഏറ്റെടുത്ത് നടത്തുക എന്നൊക്കെ പറയില്ല, അതുപോലെ അങ്ങനെ നടത്തിക്കൊണ്ട് വരികയായിരുന്നു. പിന്നെ പുള്ളി ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഓണർ എന്ന് പറയുന്ന ഈ സ്ത്രീക്ക് കൂടുതൽ ഫെയിം വേണം, ഞാൻ ഫേമസ് ആവണം, എന്നെ എല്ലാവരും അറിയണം, എനിക്കൊരു രാജ്ഞിയെ പോലെ ഇങ്ങനെ ഇരിക്കണം എന്ന് മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീയാണ്. സാധാരണ ബിസിനസ്സുകാരൊക്കെ എന്ത് ചെയ്യുക, എങ്ങനെയായാലും ബിസിനസ് ചെയ്ത് മാക്സിമം പൈസ സമ്പാദിക്കാൻ നോക്കുകയാണ് എല്ലാവരും ചെയ്യാറ്, എല്ലാ ബിസിനസ്സുകാരും. പക്ഷേ ഇവിടെ നമ്മുടെ ഈ ഓണർ എന്ന് പറയുന്ന ലേഡീൻ്റെ കാര്യം, അവർക്ക് കൂടുതൽ ഫേമസ് ആവണം, ആൾക്കാരെ മുന്നിൽ അറിയപ്പെടണം, ഞാൻ എന്തോ വലിയ സംഭവം എന്നുള്ള രീതിയിൽ എല്ലാവരെയും കാണിക്കണം. ആ ഒരു ടൈപ്പ് സ്വഭാവമാണ് കേട്ടോ ഈ ലേഡിക്ക്. അതുകൊണ്ട് തന്നെ ഒരു ഓണറിന് ഒരു പാർട്ട്ണറായിട്ട് ഒരു കോടീശ്വരൻ കടന്നു വരികയാണ് നമ്മുടെ സ്റ്റോറിയിലേക്ക്. ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയുടെ ആദ്യഘട്ടങ്ങളിൽ ഒരു 75 ലക്ഷം രൂപയോളം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു സുന്ദരനും സുമുഖരമായ എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരാൾ കടന്നു വരികയാണ് നമ്മുടെ ഈ സ്റ്റോറിയിലേക്ക്. അവർ ഈ ഓണറായ ലേഡിക്ക് 75 ലക്ഷം രൂപ പാർട്ട്ണർഷിപ്പിൽ ചെയ്യാൻ വേണ്ടിയിട്ട് 75 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തു. അതെന്തിനാണ് ഈ ഒരു ലേഡിക്ക് ഇത്രയും ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തത്? അവർക്ക് വേറെ പണിയില്ല എന്നൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നമ്മൾ കഥയുടെ ബാക്കിലേക്ക് പോകേണ്ടി വരും. അതൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, പേഴ്സണൽ കാര്യങ്ങൾ ഇൻസൾട്ട് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, അങ്ങനെ 75 ലക്ഷം രൂപയും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു പാർട്ട്ണർ കടന്നു വരികയാണ് നമ്മുടെ ഈ ലേഡിയിലൂടെ, ഓണറായ ലേഡിയിലൂടെ. അങ്ങനെ അവര് പേര് സ്ഥാപനത്തിന്റെ പേര് ഞാൻ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങളൊക്കെ മനസ്സിലാക്കി എടുത്തോളാം. ഓക്കെ, അപ്പോൾ ഒരു പുതിയ സ്ഥാപനം അവിടെ ഉയർന്നു വന്നു, ഒരു ബ്രാൻഡ് നെയിം ഒക്കെ ഇട്ടിട്ട് പുതിയ സ്ഥാപനം ഉയർന്നു വന്നു. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഈ ലേഡിക്ക് ഫെയിം ആവാണ് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, ബിസിനസ്സിലല്ല കൂടുതൽ അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ഫേമസ്, ഞാൻ എന്തോ വലിയ സംഭവമാണെന്ന് കാണിച്ചുകൊണ്ടിരിക്കണം. അതിന് വേണ്ടിയിട്ട് തന്നെ സ്വന്തം ഫോട്ടോ ആ ഷോപ്പിന് ചുറ്റും ഇവർ ഒട്ടിച്ചു വെച്ചു. നമ്മൾ ഈ ചില സ്റ്റുഡിയോൻ്റെ ഒക്കെ കാണുന്ന സമയത്ത് അതിൻ്റെ ഗ്ലാസിൻ്റെ ചുറ്റും ഒരുപാട് ഫോട്ടോസ് ഇങ്ങനെ ഒട്ടിച്ചു വെക്കാറില്ലേ, അതുപോലെ സ്വന്തം ഫോട്ടോകളെ കൊണ്ട് അവർ ആ ഷോപ്പ് മുഴുവൻ നിറച്ച്. ഓക്കെ, കാണുമ്പോൾ ഒരു സർക്കസ് കൂടാരം പോലൊക്കെ ചിലപ്പോൾ തോന്നുമായിരിക്കും, അറിയില്ല, അങ്ങനെ നിറച്ചു. ആ സമയത്താണ് നമ്മുടെ കഥാനായിക, നമ്മുടെ ഈ ബാധിക്കപ്പെട്ട പെൺകുട്ടി, എൻ്റെ ഫ്രണ്ട് കടന്നു വരുന്നത്. ഓക്കെ, അപ്പോൾ ബാക്കി ആഡ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആഡ് ചെയ്തു. അങ്ങനെ ഈ സ്ഥാപനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. തുടങ്ങിയതല്ലോ, സ്റ്റാർട്ടിംഗ് ആണ്. അപ്പം ഈ പെൺകുട്ടിയെ കറക്റ്റ് 1 മാസം കഴിഞ്ഞ സമയത്ത് വീട്ടിൽ കൊണ്ടുവരുത്തി. അപ്പോൾ കഴിഞ്ഞ പാർട്ട് 1 വീഡിയോയ്ക്കകത്ത് ഒരു ചേട്ടൻ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, സ്വന്തം അനിയത്തിയെ പോലെയല്ലേ കണ്ടത്, അതുകൊണ്ടായിരിക്കും രഹസ്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു തന്നു. ഒരാളാണെങ്കിൽ പോട്ടെ, ഒരു പെൺകുട്ടിയോട് മാത്രമാണ് ഇവർ രഹസ്യങ്ങൾ പറഞ്ഞതെങ്കിൽ ആ പെൺകുട്ടീനെ അത്രയും വിശ്വസിച്ചുകൊണ്ടായിരിക്കാം നമുക്ക് വിചാരിക്കാം. പക്ഷെ അങ്ങനെയല്ല. ശരിക്കും ഈ ലേഡിക്ക്, ഈ ഓണറായ ലേഡിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഒരാൾ മാറും അടുത്തത് എന്ന് പറയുന്ന പോലെ എപ്പോഴും സ്വന്തം രഹസ്യ സൂക്ഷിപ്പുകാരിയായിട്ടും വേലക്കാരിയായിട്ടും അടിമയാക്കിയിട്ടായി ഒരു പെൺകുട്ടീനെ ഈ ലേഡിക്ക് എപ്പോഴും അവരുടെ കൂടെ വേണം. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇപ്പോഴും നിലവിലും അവരുടെ കൂടെ ഒരു ലേഡി ഉണ്ടാവും, ഒരു പെൺകുട്ടി ഉണ്ടാവും, അത് ഷുവറാണ്. എൻ്റെ ഈ ഫ്രണ്ട് എന്ന് പറയുന്നത് അവരുടെ രഹസ്യ സൂക്ഷിപ്പുകാരിയായിട്ട് 3ാമത് വന്ന പെൺകുട്ടിയാണ്. അതിന് മുന്നേ ട്രിവാൻഡ്രത്തൊക്കെയുള്ള 2 പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. എറണാകുളത്ത് നിന്ന് ഭാഗ്യത്തിന് എൻ്റെ ഈ ഒരു ഫ്രണ്ട് മാത്രമേ ബാധിക്കപ്പെട്ടിട്ടുള്ളൂ. ഓക്കെ, അങ്ങനെ. പിന്നെ വേറൊരാൾ ഡൗട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, സ്വന്തം വീട്ടിൽ കൊണ്ട് നിർത്തിയത് നല്ല കാര്യമല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അതിനുള്ള മറുപടിയായിട്ട് ഞാൻ ആ പെൺകുട്ടീൻ്റെ വോയിസ് നിങ്ങൾക്ക് കേൾപ്പിക്കാം. പിന്നെയാണ് ഈ സാലറി പ്ലസ് ഫുഡ് അക്കോമഡേഷൻ പറഞ്ഞ അവർ ഇവരുടെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ വേറൊരു കാര്യമുണ്ട്. ഈ അനിയത്തി സ്നേഹം എന്ന നാടകം മാത്രമല്ല,
ഫുഡ് പ്ലസ് സാലറി പ്ലസ് ഫുഡ് അക്കോമഡേഷനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ ഫുഡ് അക്കോമഡേഷൻ്റെ പൈസ അവർക്ക് ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഹോസ്റ്റലിൽ നിന്ന് മാറ്റി അവരുടെ വീട്ടിൽ കൊണ്ടുപോയത്. അപ്പൊ വോയിസ് കേട്ടല്ലോ അല്ലെ. ഇതിൽ പറയുന്നത് കറക്റ്റ് ഈ പെൺകുട്ടി ജോയിൻ ചെയ്ത് 1 മാസം കഴിയുമ്പോഴത്തേക്കും അവളുടെ വീട്ടിലോ ഈ പുള്ളിക്കാരിന്റെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടുപോയി എന്നാണ്. അതായത് ഫ്രീ ഫുഡും അക്കോമഡേഷനും ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അതൊന്നും കൊടുക്കാൻ പോയി. വീട്ടിലാകുമ്പോൾ അക്കോമഡേഷന്റെ പൈസ ലാഭിക്കാൻ, പിന്നെ ഫുഡ് അവിടെ ഉണ്ടാക്കുന്നത് എന്തായാലും കൊടുത്താൽ പോരെ. എന്തായാലും ഒരു വീട്ടിൽ ഇത്തിരിയൊക്കെ ഫുഡ് ബാക്കി വരും, അത് മതിയായിരിക്കും ആ പെൺകുട്ടിക്ക് എന്ന് വിചാരിച്ചിട്ടായിരിക്കും വീട്ടിൽ കൊണ്ടുവരുന്നത്. പിന്നെ ഫ്രീ ആയിട്ട് ഒരു അടിമത്തൊഴിലാളിയെ കിട്ടുകയല്ലേ, രാവുന്നില്ല പകലുന്നില്ല, ഫുൾ ടൈം പണിയെടുപ്പിക്കുക, കൊച്ചുങ്ങളെ കാര്യങ്ങളൊക്കെ നോക്കാം, പിന്നെ അതുപോലെ അയൺ ചെയ്യിപ്പിക്കുക, ഡ്രസ്സ് കഴിയിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ആരൊക്കെയോ വന്ന് എൻ്റെ കമന്റ് ബോക്സിൽ കിടന്ന് മെഴുകുന്നുണ്ടായിരുന്നു, അവളുടെ ജട്ടി കഴുകി കൊടുത്തത് എൻ്റെ വീട്ടിലെ സെർവൻ്റാന്നൊക്കെ. അപ്പോൾ ഈ സെർവൻറ്റിൻ്റെ കാര്യം പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. പുള്ളിക്കാരുടെ വീട്ടിലൊരു സെർവൻ്റ് ഉണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഈ ഓണറിൻ്റെ വീട്ടിലൊരു സെർവൻ്റ് ഉണ്ട്, വേലക്കാരി ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചീന് ഇതുപോലെ തന്നെ ശമ്പളം കൊടുക്കുന്നുണ്ടോ എന്ന് തന്നെ ദൈവത്തിനറിയാം. സ്വന്തം അമ്മയോട് കാണിക്കുന്ന ഒരു സ്നേഹം ആക്ട് ചെയ്തുകൊണ്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാത്ത പണികളില്ല. പിന്നെ വേറൊരു കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയണ്ടെന്ന് വിചാരിച്ചതായിരുന്നു. അതായത് ഈ ഒരു ഓണർ എന്ന് പറയുന്ന സ്ത്രീന്റെ മക്കളിൽ ഒരാൾ, ആരാണ് ഞാൻ പറയുന്നില്ല, കുട്ടികൾക്ക് മോശമായിരിക്കും ചിലപ്പോൾ, മക്കളിൽ ഒരാൾ വലിയ കുട്ടി ആയിട്ട് പോലും സ്ഥിരം ബെഡിൽ കിടന്ന് മുള്ളുന്ന ശീലമുണ്ട്, മൂത്രം ഒഴിച്ചു വെക്കും. അത് പകല് കിടന്നുറങ്ങിയാലും രാത്രി കിടന്നുറങ്ങിയാലും മൂത്രം ഒഴിച്ചു വെക്കും. അങ്ങനെയുള്ള ഒരു റൂം ആണ് നമ്മുടെ ഈ ബാധിക്കപ്പെട്ട പെൺകുട്ടിക്ക് ഈ ഓണർ കിടക്കാൻ വേണ്ടി കൊടുത്തിരുന്നത്. ആ മൂത്രം ഒഴിച്ച് നാശമായ ബെഡും ആ റൂമും, നമ്മൾ ഈ കിടപ്പ് രോഗികളൊക്കെ കിടക്കുന്ന റൂമിലൊരു സ്മെല്ലുണ്ടാവില്ലേ, അത് തന്നെയാണ് സംഭവം. അതാണ് സ്വന്തം സ്റ്റാഫിന് ഈ സ്നേഹനിധിയായ ഓണർ കൊടുത്തിരുന്നത്. ഈ പെൺകുട്ടി പല ദിവസങ്ങളിലും ഈ നാറ്റം സഹിക്കുക വയ്യാതെ, നിങ്ങൾക്കറിയാം മൂത്രം ഒഴിച്ച് കിടക്കുന്ന ബെഡാണെങ്കിൽ അത് നമ്മൾ എത്ര വേഗത്തിട്ട് ഉണക്കിയിട്ടും കാര്യമില്ല, അതിൻ്റെ സ്മെല്ല് പോകത്തില്ല. അങ്ങനെ പല ദിവസങ്ങളിൽ ഇവർക്ക് ആ നാറ്റം സഹിക്കുക വയ്യാതെ ഇവിടെ നിലത്ത് കിടന്നുറങ്ങേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ അതിനെ പറ്റി പെൺകുട്ടി പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. പിന്നെ എന്ത് മാനവീയയുടെ പേരിലാണ് അവരുടെ മകൻ മൂത്രം ഒഴിച്ച് ആ ബെഡിൽ കൊണ്ട് കിടത്തിയത്? ആ മൂത്രം ഒഴിച്ച് ബെഡ് സ്മെല്ല്, ആ ബെഡ് എടുത്ത് മാറ്റിയാലും കട്ടിൽ കിടക്കാൻ പറ്റത്തില്ല സ്മെല്ല് കാരണം. ആ കട്ടിലും കിടക്കാൻ പറ്റാത്തപ്പം തറയിലാണ് കിടക്കുന്നത്. അതൊക്കെയാണ് അവർ തന്ന AC ഫെസിലിറ്റി? ഇതൊന്ന് ചോദിക്കണം കേട്ടോ. അങ്ങനെ ഒരു 3 മാസം വരെ നമ്മുടെ ഈ സ്ഥാപനം, എറണാകുളത്ത് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഈ സ്ഥാപനം മുന്നോട്ട് പോയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഓണർമാരുടെ ബിസിനസ് നടത്തുന്ന ആൾക്കാർ പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ടുവന്ന് മാക്സിമം ബിസിനസ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ നമ്മുടെ ഇവിടുത്തെ ഈ ഓണറിന്റെ കാര്യം എടുത്ത് നോക്കി കഴിഞ്ഞാൽ പുള്ളിക്കാരത്തി കുറച്ച് ഷോ ഒക്കെ കാണിച്ച് ആൾക്കാരുടെ മുന്നിൽ വലിയ സംഭവം അത് കാണിച്ച് നടക്കണം എന്നല്ലാതെ ബിസിനസ് ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാര്യങ്ങളും തന്നെ പുള്ളിക്കാർ ചെയ്തില്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ, അതുകൊണ്ട് തന്നെ ബിസിനസ് ഫുള്ള് ഡൗൺ ആയിപ്പോയി. അവിടെ വേറെയും ഫാഷൻ ഡിസൈനേഴ്സും ഉണ്ട്, അതുപോലെ അക്കൗണ്ടന്റ്, ബാക്കിയുള്ള സ്റ്റാഫുകൾ, ക്ലീനിങ് സ്റ്റാഫുകൾ, എല്ലാവർക്കും ശമ്പളം കൊടുക്കണ്ടേ? നമ്മൾ കൊണ്ടുവന്ന പ്രൊഡക്ട്സ് ആണെങ്കിൽ തുണികളാണെങ്കിൽ കെട്ടി കിടക്കുവാണ്. എന്ത് ചെയ്യും? തുണികൾ വിറ്റ് പോയി കഴിഞ്ഞാലല്ലേ സ്റ്റാഫുകൾക്ക് ശമ്പളം കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഈ പെൺകുട്ടി, നമ്മുടെ ബാധിക്കപ്പെട്ട എൻ്റെ ഫ്രണ്ടായിട്ടുള്ള ഈ പെൺകുട്ടി സ്വന്തം ഓണർക്ക് വേണ്ടിയിട്ട്, അവൾ അത്രയും പാവമായതുകൊണ്ടാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ, ഞാനൊക്കെ ആണെങ്കിൽ അങ്ങനെ ഈ പെൺകുട്ടി ഡെയിലി ഫാഷൻ ഡിസൈനറായിട്ട് അവിടെ ജോയിൻ ചെയ്ത പെൺകുട്ടിയാണ്. ഫാഷൻ ഡിസൈനിങ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം, പണി എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ പെൺകുട്ടി അവിടെ ഉണ്ടായിരുന്ന കെട്ടിക്കിടക്കുന്ന തുണികളൊക്കെ എടുത്ത് സ്വന്തമായിട്ട് അവൾ രാവിലെ ഇറങ്ങും വീട്ടിൽ നിന്ന്. ഈ ഓണർ താമസിക്കുന്നത് ഇവരുടെ വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങി അവൾ കടകൾ മുഴുവൻ തെണ്ടി ഈ തുണികൾ സെയിൽ ചെയ്ത് മാക്സിമം അവൾ കരഞ്ഞ് കാല് പിടിച്ചിട്ടായിരിക്കും ചിലപ്പോൾ സെയിൽ ചെയ്യുന്നുണ്ടാവും, അതെനിക്ക് അറിയില്ല. ഞാനിങ്ങനെ മനസ്സിൽ ആലോചിക്കുന്നുണ്ട് ആ ഒരു സിറ്റുവേഷനൊക്കെ.
അങ്ങനെ സെയിൽ ചെയ്ത് എത്രത്തോളം പൈസ ഉണ്ടാക്കാൻ പറ്റുമോ ആ പൈസ മുഴുവൻ ഇവള് ഈ ഓണർക്ക് കൊണ്ട് കൊടുക്കുമായിരുന്നു. നമ്മൾ ഈ ചില സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, നമ്മൾ ഭിക്ഷക്കാര് ഈ കുട്ടികളെ തട്ടിക്കൊണ്ട് പോയിട്ട് അവർ പകല് മുഴുവൻ ഭിക്ഷ എടുത്തിട്ട് രാത്രി ആ ഭിക്ഷക്കാരുടെ ഒരു തലവനുണ്ടാവും, അവർക്ക് കൊണ്ടുപോയി പൈസ കൊടുക്കുക. അതൊക്കെയാണ് എനിക്ക് ഓർമ്മ വന്നത്. അങ്ങനെ ഇവളത്രയും കഷ്ടപ്പെട്ടു, അത്രയും കഷ്ടപ്പെടുത്തിയെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അങ്ങനെ 3 മാസമായിട്ടും ഇത് ഡെവലപ്പ് ആകുന്നില്ല. കുട്ടി കുറേ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് കുറേ സാധനങ്ങളൊക്കെ തുണികളൊക്കെ സെയിൽ ചെയ്ത് കാശൊക്കെ സംഘടിപ്പിച്ച് കൊടുത്തു. എന്നിട്ടും ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. അപ്പോൾ നമ്മുടെ ഓണർക്ക് മനസ്സിലായി ഇനി ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല, പുതിയ എന്തെങ്കിലും ട്രൈ ചെയ്തേ പറ്റുള്ളൂ. അപ്പോഴാണ് നമ്മുടെ ഓണർക്ക് വെളിവുണ്ടായത്. പക്ഷേ രഹസ്യങ്ങളൊക്കെ തുറന്നു പറയുകയും ചെയ്തു. അപ്പോൾ ബിസിനസ് ഡെവലപ്പ് ആവാത്തതുകൊണ്ട് തന്നെ എൻ്റെ ഈ ബാധിക്കപ്പെട്ട പെൺകുട്ടി എന്ത് ചെയ്തു, അവർക്ക് വേറൊരു ജോലി നോക്കാമെന്നുള്ളൊരു ആശയം അവളുടെ മനസ്സിലുദിച്ചു. അവളങ്ങനെ വേറൊരു ജോലി നോക്കാന്നുള്ള രീതിയിൽ ഇങ്ങനെ ട്രൈ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ ഓണർ സമ്മതിച്ചില്ല. കാരണം എന്താ, രഹസ്യങ്ങളൊക്കെ പറഞ്ഞു പോയില്ലേ. ഇവളിനി പുറത്തു പോയിട്ട് ആരോടെങ്കിലും രഹസ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലോ നാണക്കേടാവില്ലേ അല്ലേ? അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ദിവസം നമ്മുടെ ഓണർ വന്നിട്ട് രാത്രി നട്ടപ്പാതിരയ്ക്ക് ഉറങ്ങിക്കിടക്കുന്ന കൊച്ചിനെ ഭീഷണിപ്പെടുത്തി വെച്ച് കഴിഞ്ഞാല് നമ്മൾ സിനിമയിലൊക്കെ കാണൂലേ, പിന്നെ ഞാൻ കൊല്ലോടി, അങ്ങനെ ഭീഷണിപ്പെടുത്തി. എന്തിനായിരിക്കും? വെയിറ്റ് ഫോർ പാർട്ട് 3. ബൈ.